ഹായ് ഹലോ നമ്മുടെ എല്ലാവർക്കും സ്നാക്സ് സുജാസ് തയ്യാറാക്കിയത് കിച്ചൺ നിങ്ങൾ വീട്ടിലേക്ക് എല്ലാവരും കണ്ടില്ലേ? സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല ക്രിസ്പി ആയിട്ട് ഉരുളൻകിഴങ്ങ് ഉണ്ടാവില്ല, അവിൽ നല്ല മുട്ടയൊക്കെ സോഫ്റ്റ് വെച്ചിട്ടുള്ള ഒരു ആയിട്ട് 4 മണി എല്ലാവരും പലഹാരം. ഇതുപോലെ അപ്പോൾ ചെയ്ത് നമുക്ക് എങ്ങനെ നോക്കുക. ഉണ്ടാക്കിയെന്ന് നോക്കല്ലേ. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ട പോകാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഉണ്ടാക്കി ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ വെക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് മുകളത്ത് ക്രിസ്പി ആയിട്ട്. അപ്പോൾ ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് അവിലെടുത്തു. അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം അവില കേട്ടോ, കാരണം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി അപ്പോൾ തന്നെ മാറ്റിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വേഗം ഇങ്ങനെ പൊടിഞ്ഞ് പോകും വെള്ളം അവിലായി. കാരണം ചുവപ്പ് അവിലാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിട്ടാൽ ഒരു 5 മിനിറ്റൊക്കെ. ഇത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുക്കണ പോലെ ഒരു നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി പിഴിഞ്ഞെടുത്ത് ഒരു ബൗളിലിട്ടു കേട്ടോ. ആ ബൗളിലേക്ക് ഇനി ഇത് കണ്ട ഒരു ഉരുളൻകിഴങ്ങ് ചെറുതാക്കി ഇങ്ങനെ തൊലിച്ചെത്തി ഗ്രൈൻഡ് ചെയ്ത് കഴുകിയെടുത്താൽ കേട്ടോ. വെള്ളത്തിലേക്ക് നമ്മളെപ്പോഴും ഉരുളൻകിഴങ്ങ് ഗ്രൈൻഡ് ചെയ്തിട്ടിട്ട് വേണം കഴുകി ഇങ്ങനെ എടുക്കാൻ. പിന്നെ അതിലൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്തു. പച്ചമുളക് ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞ് ചേർത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു സബോള ചെറുതാക്കി അരിഞ്ഞ് ചേർത്തു. ഇനി അതിലേക്ക് മല്ലിച്ചപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നന്നായി നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഒക്കെ പുറമെ ക്രിസ്പിയായിട്ട് നല്ല സോഫ്റ്റായ പലഹാരം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട ഉടച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റും വേർതിരിച്ച് പോരാനും ഒന്ന് പൊന്താനും നമ്മൾ അപ്പസോടക്കാരൊന്നും ചേർക്കില്ല. അപ്പോൾ ഒന്ന് പൊന്തി കിട്ടാനൊക്കെ നല്ലതാട്ടോ, സോഫ്റ്റ് ആവാനൊക്കെ. അപ്പോൾ ഒരു മുട്ട ഉടച്ച് ചേർത്തിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അധികം മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ചെറിയ എരിവ് മതിയിട്ട, കുട്ടികൾക്ക് കഴിക്കേണ്ടതല്ലേ. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു. ഇനി കറി മസാലപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ ചേർത്തു. ഇനി നമുക്കെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് നന്നായി മിക്സാക്കി കുഴക്കുക കേട്ടോ. അപ്പോൾ അതിലത്തെ അവിൽ നനച്ച നനവും പിന്നെ ഒരു മുട്ട ഉടച്ച് വീത്തിയില്ലേ, ആ നനവിലൊക്കെ കൂട്ടി കുഴക്കുക കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കുഴച്ചപ്പോൾ ഒന്നൊരു ലൂസ് പോലെ തോന്നിയപ്പോൾ ഞാൻ 2 ടീസ്പൂൺ കൊള്ളു കേട്ടോ. ചെറിയൊരു കയ്യിൽ നമ്മുടെ അരിപ്പൊടി ഇല്ലേ, നല്ല നൈസ് അപ്പത്തിൻ്റെയൊക്കെ പൊടി വറുത്തത് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സാക്കി കുഴയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരുവിധം ഇപ്പോൾ കുഴ ശരിയായിട്ടുണ്ട് കേട്ടോ, മാവ് ശരിയായിട്ടുണ്ട്. ആ വറുത്ത പൊടിയല്ലേ, അപ്പോൾ നന്നായി വേഗം വെള്ളം വലിഞ്ഞ് ഇത്ര മാവ് ലൂസ് വേണ്ട കേട്ടോ, ഇത്ര കട്ടിയിൽ കിട്ടണം മാവ്. ഇനി നമുക്കൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് തിളച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതേ കണ്ട നമ്മൾ കുഴച്ച് സെറ്റാക്കി വെച്ച മാവില്ലേ, അതിൽ നിന്ന് ഓരോന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ എണ്ണയിലേക്ക്. അപ്പോൾ എണ്ണ ഒരു മീഡിയം തരത്തിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം വേഗം കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ നല്ല ഫ്ലെയിം എപ്പോഴും കൂട്ടിയിടരുത്, ചെറിയ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. അപ്പോൾ അല്ലാതെ ഞാനൊരു ട്രിപ്പിലേക്ക് ഉള്ളൂ കേട്ടോ എല്ലാം കൂടി ഇട്ട്. അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ എല്ലാം കൂടി ഇട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പതുക്കെ മറയ്ക്കാൻ നോക്കട്ടെ, അടിഭാഗം ആയോ നോക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മറച്ചാൽ മതി, അല്ലെങ്കിൽ പൊടിഞ്ഞ് പോവും. ഇപ്പോൾ നോക്കുമ്പോൾ അടിഭാഗം ഒരു കളർ മാറിയിട്ടിട്ട്. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ മറിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ. അങ്ങനെ പതുക്കെ പൊടിയാതെ ചട്ടകം കൊണ്ട്. ഇപ്പോൾ കണ്ട അടിഭാഗം അതിൻ്റെ പിന്നെ ആവാത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക നമുക്ക് നന്നായി. ഉണ്ടാവാത്ത ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് മറച്ചിട്ട് കൊടുത്തു. ഇപ്പോൾ ഇതേ ഒരു വിധമായി കോരാറായിട്ടാണ്. അപ്പോൾ ഇതേ റെഡി ആയിട്ട് നമ്മുടെ 4 മണി പലഹാരം. അപ്പോൾ നമുക്കത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് കോരിയിടാട്ടോ, എണ്ണ വാളയാൻ വേണ്ടിയിട്ട്. ചട്ടകം കൊണ്ട് ഞാൻ അരിപ്പ പാത്രത്തിലേക്ക് കോരിയിടാട്ടോ. കാണുമ്പോഴും തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റിൻ്റെ ടച്ച് കൊടുക്കും തന്നെ, കഴിക്കാൻ നല്ല ടേസ്റ്റ്. അത് നമ്മളെ മുട്ടയൊക്കെ ചേർത്ത കാരണേ അവിലും മുട്ട ഉരുളക്കിഴങ്ങൊക്കെ ഇല്ലേ, നല്ല ടേസ്റ്റിൻ്റെ ഇട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിട്ടോ. നമുക്കൊരു 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒന്നും കഴിക്കാനില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിട്ടോ. ഇനി നമുക്കത് അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കണ്ട, പ്ലേറ്റിലിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാട്ടോ, ഉള്ളൊക്കെ അങ്ങനെ ഉണ്ടെന്ന് നോക്കി. പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, കളർ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.